എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും. അപ്പോൾ നമ്മൾ സർക്കിളിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ? ഈ വർഷം നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. നമുക്കറിയാം, ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ കോഡ് അല്ലേ? ഇവിടെ നോക്കിയേ, ഈ പോയിന്റും യോജിപ്പിച്ചുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതാണ് കോഡ് അല്ലേ? അപ്പൊ അങ്ങനെ നമുക്കൊരു സർക്കിളിൽ എത്ര കോഡ് വേണമെങ്കിലും വരയ്ക്കാം. ഇനി ഈ കോഡ് നമ്മുടെ വൃത്തത്തിന്റെ സെൻട്രലിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നാം അതിനെന്ത് പറയും? വൃത്തത്തിന്റെ ഡയമീറ്റർ എന്ന് പറയും. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞതും ഒരു കോഡ് തന്നെയാണ്. പക്ഷേ അതെന്താണ്? അത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് എന്താണ്? അതാണ് വൃത്തത്തിന്റെ ഡയമീറ്റർ. ഇതൊരു ഡയമീറ്റർ അല്ലേ? ഇനി മറ്റൊരു ഡയമീറ്റർ, ഈ ഡയമീറ്ററിനെ ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കട്ട് ചെയ്യുന്ന വിചാരിക്കാം. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഡയമീറ്റർ വരച്ചു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഡയമീറ്ററിനെ കട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 പീസുകളായി മുറിഞ്ഞു അല്ലെ? അപ്പൊ 1, 2, ഇപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 3, 4 പീസുകൾ കിട്ടി അല്ലെ? അപ്പൊ ഈ 4 പീസുകൾക്കും എന്തായിരിക്കും? അതിന്റെ നീളങ്ങൾ തുല്യമായിരിക്കും അല്ലെ? അതായത് അത് സർക്കിളിന്റെ എന്താണ്? റേഡിയസ് ആണ് അല്ലെ? അപ്പൊ 4 കഷ്ണങ്ങൾ കിട്ടും. ആ 4 കഷ്ണവും ഈക്വൽ ആയിരിക്കും. അത് സർക്കിളിന്റെ റേഡിയസ് അല്ലെ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഡയാമീറ്ററിന് പകരം എന്താണ്? 2 കോഡുകൾ അല്ലെ? 2 ഞാണുകളാണ്. ഈ ഞാണുകൾ പരസ്പരം കട്ട് ചെയ്യുന്നു അല്ലെ? അപ്പൊ ഈ ഞാൻ കട്ട് ചെയ്യുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? 4 പീസുകൾ കിട്ടും അല്ലെ? പക്ഷേ ഇവിടെ 4 പീസുകളുടെയും നീളം തുല്യമല്ല. പക്ഷേ അവയുടെ നീളങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ 2 കോഡുകളുണ്ട് അല്ലെ? അപ്പൊ ഒരു കോഡ് ഇപ്പോൾ എ ബി അല്ലെ? അപ്പൊ ആദ്യത്തെ കോഡ് AB, അടുത്ത കോഡ് CD. ഓക്കെ, അപ്പൊ ഈ 2 കോഡുകളും എവിടെ കട്ട് ചെയ്യുന്നു? നമുക്ക് P എന്ന് പറഞ്ഞ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. ഇത് P. അങ്ങനെയാണെങ്കിൽ AP ഇൻറ്റു ശ്രദ്ധിക്കുക, AP ഇൻറ്റു PB അല്ലെ? അതായത് നമ്മുടെ ആദ്യത്തെ ഞാണിന്റെ ഭാഗങ്ങൾ AP ഇൻറ്റു PB സീക്വൽ ടു ഈ ഞാണ് CP ഇൻറ്റു PD ആയിരിക്കും. അതായത് ഒരു കോഡിന്റെ ഭാഗങ്ങൾ അല്ലെ, ഒരു കോഡിന്റെ ഭാഗങ്ങളുടെ പ്രൊഡക്റ്റും മറ്റേ കോഡിന്റെ ഭാഗങ്ങളുടെ പ്രൊഡക്റ്റും തുല്യമായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ആണിത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ 2 കോഡുകൾ തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഈ കോഡിന്റെ ഭാഗം APയും PB ആണ് അല്ലെ? അപ്പൊ AP ഇൻറ്റു PB സീക്വൽ എന്തിന് ഈക്വൽ ആയിരിക്കും? CP ഇൻറ്റു PD. ഈ കോഡിന്റെ ഭാഗങ്ങളുടെ പ്രൊഡക്റ്റിന് തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിൽ 3 അളവുകൾ അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ അളവ് നമുക്ക് പിടിക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഇത് 8 സെന്റിമീറ്റർ വിചാരിക്കാം. ഇത് 8 സെന്റിമീറ്റർ, ഇത് ഒരു 3 സെന്റിമീറ്റർ, ഇനി ഇതൊരു 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം എത്രയായിരിക്കും? നമുക്ക് നോക്കിയാൽ വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതായത് 8 ഇൻറ്റു 3 സീക്വൽ ടു നോക്കിയാൽ 8 ഇൻറ്റു 3 സീക്വൽ ടു എന്തായിരിക്കും? 6 ഇൻറ്റു ഈ നീളം അല്ലെ? അപ്പൊ 6 ഇൻറ്റു ഇപ്പൊ ഈ നീളം X ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ X അല്ലെ? അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 8 ഇൻറ്റു 3/6 അല്ലെ? 8 ഇൻറ്റു 3 24, 24/6 ഈക്വൽ ടു 6, 4, 24 അല്ലെ? 4. അപ്പൊ ഇതിന്റെ നീളം നമുക്ക് 4 സെന്റിമീറ്റർ. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഇവിടെ നോക്കിയേ, ഇതുപോലൊരു ചിത്രം അല്ലെ? ഈ ലെങ്ത് നമുക്ക് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഹൈറ്റ് അല്ലെ, ഇതിന്റെ അറ്റത്തേക്കുള്ള ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ എത്ര? അതായത് വ്യാസം എത്ര? നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ടുള്ള ചോദ്യം പോലെ തോന്നും അല്ലെ? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ സർക്കിളിന്റെ ബാക്കി ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ? ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ അല്ലെ? അതായത് ടോപ്പ് പോയിന്റിലേക്കാണ് 2 സെന്റിമീറ്റർ. അപ്പൊ നമുക്കറിയാം ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് 2 സെന്റിമീറ്റർ അല്ലെ? അതായത് ഇത് 2 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ ഇവിടെ 2 സെന്റിമീറ്റർ. ഇനി ഇത് എത്ര വെച്ചായിരിക്കും? ഇവിടെ കറക്റ്റ് ടോപ്പ് പോയിന്റ് ആണ് അല്ലെ? അതായത് ഇതിന് ഈക്വൽ ആയിട്ട് ആയിരിക്കും ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 3 സെന്റിമീറ്റർ, ഇതും 3 സെന്റിമീറ്റർ അല്ലെ? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നോക്കിയാൽ നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കേസ് പോലെ വന്നല്ലോ. ഇവിടെ 2 കോഡുകൾ, ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ അല്ലെ? ഇത് 2 സെന്റിമീറ്റർ. അപ്പൊ ഇവർ പരസ്പരം ഇങ്ങനെ കട്ട് ചെയ്യുന്നു അല്ലെ? കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ നീളം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഏത് ഉപയോഗിച്ചുകൊണ്ട്? AP ഇൻറ്റു PB സീക്വൽ ടു CP ഇൻറ്റു PD
അല്ലെ. അതായത് ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവ തമ്മിൽ ഗുണിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ നീളത്തിൽ നമ്മൾ എക്സ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? എക്സ് ഇൻറ്റു 2 അല്ലേ, എക്സ് ഇൻറ്റു 2 സീക്വൽ ടു എന്തായിരിക്കും? 3 ഇൻറ്റു 3, 3 ഇൻറ്റു 3. അതായത് എക്സ് ഈക്വൽ ടു എന്ത് വരും? 3 ഇൻറ്റു 3 9, 9/2 സീക്വൽ ടു 4.5 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ നീളം കിട്ടി 4.5. എക്സിൻ്റെ നീളമല്ല ചോദിച്ചിട്ടുള്ളത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കണം എപ്പോഴും. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ നീളം നമുക്ക് കിട്ടി എത്രയാണ്? 4.5 കിട്ടി അല്ലേ. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ? ഡയമീറ്റർ എത്രയാണെന്നാണ് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും ഡയമീറ്റർ? 4.5 പിന്നെ ഈ രണ്ടും കൂടി കൂട്ടണം അല്ലേ, അപ്പോഴാണ് നമുക്ക് ഡയമീറ്റർ ആവുള്ളൂ. അപ്പോൾ 4.5 പ്ലസ് 2 എത്ര കിട്ടി? 6.5. മനസ്സിലായില്ലേ? നമുക്ക് 2 കോഡുകളാണ് കട്ടായി അല്ലേ. ഇനി അതിന് പകരം ഡയമീറ്ററിന്, അതായത് വ്യാസത്തെ ഒരു കോഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 കോഡുകളായിരുന്നു, ഇവിടെ ഒരു ഡയമീറ്ററും അടുത്തത് കോഡും അല്ല, അത് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു കോഡ് ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ രണ്ടിനും തുല്യ നീളമായിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് ഈ നീളം A സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, ഈ നീളം B സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിൻ്റെ നീളം. ഇനി ഇത് 2 ഈക്വൽ ആവുമല്ലോ അല്ലേ, ഈക്വൽ ആവും. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇത് C ആണെങ്കിൽ ഇതും C ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിവിടെ പറഞ്ഞ പ്രകാരം എന്തായിരിക്കും? ഇത് ഇൻറ്റു ഇത് അല്ലേ, ഈ നീളം ഇൻറ്റു ഈ നീളം ഈസ് ഈക്വൽ ടു ഇതിൻ്റെ നീളം ഇൻറ്റു ഇതിൻ്റെ നീളം അല്ലേ. അതായത് A ഇൻറ്റു B അല്ലേ, എയും ബിയും തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? C ഇൻറ്റു C അല്ലേ. അതായത് AB ഈക്വൽ ടു C². അതായത് ഡയമീറ്ററിന് അല്ലെങ്കിൽ വ്യാസത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഞാൻ മുറിക്കുകയാണെങ്കിൽ ഈ മുറിക്കുന്ന ഭാഗങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെ, A ഇൻറ്റു B, ഈ മുറിക്കുന്ന ഭാഗം ഈ ഡയമീറ്ററിനാണ് മുറിക്കുന്നത് അല്ലേ. അപ്പോൾ അവയുടെ പ്രൊഡക്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഞാനിൻ്റെ നീളത്തിൽ അല്ല, ഞാനിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഞാനിൻ്റെ നീളത്തിനല്ല, ഞാനിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയാണ് അല്ലേ. അപ്പോൾ അതാണ് C പ്ലസ് C വരും. അപ്പം ഞാനിൻ്റെ നീളത്തിൻ്റെ പകുതി അതായത് C, അതിൻ്റെ വർഗത്തിന് അല്ലെ, സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നോക്കിയാൽ നമ്മൾ A ഇൻറ്റു B എന്ന് പറഞ്ഞാൽ C ഇൻറ്റു C എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ അനുസരിച്ച് ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ സിയും C ഇത് തുല്യമായതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞു? C² എന്ന് പറഞ്ഞു. അതായത് ഇവ തമ്മിൽ ഗുണിച്ച് കിട്ടുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ നീളത്തിൻ്റെ പകുതിയുടെ അല്ലെ, പകുതിയുടെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സെമി സർക്കിൾ അല്ലേ, അതായത് ഇത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നീളം നമുക്കൊരു 3 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ, ഇത് ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലംബമായി മുറിക്കുന്നെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് നമുക്കറിയാം ഇതേ നീളം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? AB ഈക്വൽ ടു C² അല്ലേ. അപ്പോൾ നമുക്കറിയാം AB എന്ന് പറഞ്ഞാൽ C² ഈക്വൽ ആണ്. അപ്പോൾ ഇത് C ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AB ഈക്വൽ ടു C² ആണ്. AB എന്ന് പറയാൻ 3 ഇൻറ്റു 2 അല്ലേ, 3 ഇൻറ്റു 2 ഈക്വൽ ടു C². അപ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു 2 6 അല്ലേ, 6 ഈക്വൽ ടു C². അപ്പോൾ C² എന്ന് പറഞ്ഞാൽ 6 ആണ്. അങ്ങനെയാണെങ്കിൽ C എന്ത് വരും? C ഈക്വൽ ടു റൂട്ട് അല്ലേ, സിൻ്റെ സ്ക്വയർ ആണ് 6, അങ്ങനെയാണെങ്കിൽ C എന്ത് വരും? റൂട്ട് 6 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു സർക്കിള്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 കോഡ് അല്ലേ, ഇതൊരു കോഡ് ഇതൊരു കോഡ്. അപ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നു അല്ലേ, അതായത് പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഈ നീളം, ഇപ്പോൾ ഈ കോഡിൻ്റെ ഈ നീളം A സെൻറ്റിമീറ്റർ A ആണെന്ന് വിചാരിക്കാം, ഇത് B, ഇതിൻ്റെ നീളം B. ഇനി ഇതിൻ്റെ നീളം C, ഇതിൻ്റെ നീളം D അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? AB A ഇൻറ്റു B ഈക്വൽ ടു C ഇൻറ്റു D ആണ് നമുക്കറിയാം അല്ലേ. A ഇൻറ്റു B AB ഈക്വൽ ടു C ഇൻറ്റു D CD. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ നീളം അല്ലെ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം ഇൻറ്റു ഈ നീളമാണ് അല്ലേ. അപ്പോൾ ഈ നീളത്തെ ഞാൻ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. അതായത് ഈ വരയെ ഞാൻ ഇങ്ങോട്ട് ചെരിച്ചുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നു, സ്ട്രെയിറ്റ് ആക്കുന്നു. അപ്പോൾ ഞാൻ ഈ ലെങ്ത് ഇങ്ങോട്ട് വരച്ചു അല്ലേ. ഇനി അതേ ലെങ്ത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെയും വരയ്ക്കുന്നു. ഓക്കെ, വരച്ചു അല്ലേ. ഇനി നോക്കിയാൽ ഈ ലെങ്ത് അല്ലേ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് അത് ഇവിടെ വരച്ചുകൊണ്ട് ഞാൻ എന്താക്കുന്നു? ഇതിനൊരു ചതുരാക്കുന്നു അല്ലെ, ഒരു റെക്റ്റാങ്കിൾ ആക്കുന്നു. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ കിട്ടി അല്ലേ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ നീളം എന്താണ്? നീളം ഇത്, വീതി ഏതാണ്? ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള നീളമാണ് ഈ വീതി അല്ലേ. ഇതേ അളവാണ് ഈ അളവ്. അങ്ങനെയാണെങ്കിലും ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ചതുരത്തിൻ്റെ ഏരിയ എന്തായിരിക്കും?
സി ഇൻറ്റു ഡി അല്ലെ, അതായത് ഇതിന്റെ നീളം ഇൻറ്റു വീതി, വീതി എന്ന് പറഞ്ഞ ഡി ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഈ ചതുരത്തിന്റെ ഏരിയ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ കോഡ് അല്ലെ, ഈ കോഡ് ഈ ഒരു നീളം ഇവിടെ ഉണ്ട്, ഈ നീളത്തെ ഞാൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് വളച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അല്ലെ, ഇവിടെ ചെയ്ത പോലെ തന്നെ ഞാൻ ഇവിടെ ഈ നീളം ഇങ്ങോട്ട് എടുത്തു, അതുപോലെ തന്നെ ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു, നീളം തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ചതുരം ഇവിടെ വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ നീളം അല്ലെ, ബി എന്ന് പറഞ്ഞ നീളം ഇങ്ങോട്ട് എടുത്തു അല്ലെ. അപ്പൊ ഇത് ബി, ഇത് എ, ഈ ബിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയ എന്തായിരിക്കും, നീളം ഇൻറ്റു വീതി അല്ലെ, എ ഇൻറ്റു ബി. അപ്പൊ ഇതാണ് ഇതിന്റെ ഏരിയ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കാം, അതായത് ഒരു സർക്കിള്, ആ സർക്കിളിനെ മുറിച്ച് കിടക്കുന്ന രണ്ട് ഞാണുകൾ അല്ലെ, അതായത് രണ്ട് കോഡുകൾ. അപ്പൊ ഈ കോഡുകൾ വശങ്ങളായിട്ട് നാം രണ്ട് ചതുരങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ ചതുരങ്ങളുടെ ഏരിയകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇതിന്റെ ഏരിയ നമുക്ക് സി ഇൻറ്റു ഡി എന്ന് കിട്ടി, ഇതിന്റെ ഏരിയ നമുക്ക് എ ഇൻറ്റു ബി എന്ന് കിട്ടി. അപ്പൊ എ ബിയും സി ഡി ഈക്വൽ ആണല്ലോ, അതായത് ഈ ചതുരത്തിന്റെ ഏരിയയും ഈ ചതുരത്തിന്റെ ഏരിയയും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ. അപ്പൊ വശങ്ങളുടെ നീളങ്ങൾ തുല്യമല്ല, പക്ഷെ എന്താണ്, രണ്ട് ചതുരത്തിനും ഒരേ പരപ്പളവാണ് ഉള്ളത്. അപ്പൊ ഏരിയ തുല്യമായ വശങ്ങളുടെ നീളങ്ങൾ വ്യത്യസ്തമായ ചതുരങ്ങൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ തത്വം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ SLC പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അതുപോലെ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 216 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്റർ അല്ലെ, അതായത് 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ ഉയരം ഹൈറ്റുമുള്ള ഒരു എന്ത് വരയ്ക്കണം, ഒരു ചതുരം വരയ്ക്കണം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 സെന്റിമീറ്റർ, ഒരു വശത്തിന് നീളം 6 സെന്റിമീറ്റർ ഉള്ള അതേ ഏരിയ ഉള്ള മറ്റൊരു ചതുരം വരയ്ക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ചോദ്യമാണിത്. അപ്പൊ ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ചോദ്യം കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് നോക്കിയാൽ എന്താണ്, നീളവും വീതിയും തന്നിട്ടുണ്ട്, അത് വെച്ച് ആദ്യം ഒരു ചതുരം വരയ്ക്കണം, ആ ചതുരത്തിന്റെ അതേ ഏരിയയുള്ള മറ്റൊരു ചതുരം വരയ്ക്കണം, അതിന്റെ ഒരു വശത്തിന് നീളത്തിലായിരിക്കണം 6 സെന്റിമീറ്റർ ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഉടനടി ഓർമ്മ വരേണ്ടത് ഞാൻ ഇവിടെ പഠിച്ച കാര്യമാണ്. അപ്പൊ എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഇവിടുത്തെ കണ്ണടച്ചിട്ട് ഇത് വന്നാൽ ഇങ്ങോട്ട് വരച്ചു, പിന്നെ അതിന് പെർപെൻഡിക്കുലർ വരച്ചു, പിന്നെ ഒരു സർക്കിൾ വരച്ചു അല്ലെ, അതിനെ ബൈസെക്ട് ചെയ്തു, ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. അത് വരയ്ക്കേണ്ട ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ കാര്യം ഇതുമായി ബന്ധപ്പെടുത്തി വരച്ച് പഠിക്കുക. അതായത് ഒരു സർക്കിളിൽ അവ മുറിച്ച് കടക്കുന്ന രണ്ട് കോഡുകൾ ഉണ്ടെങ്കിൽ ആ കോഡുകളുടെ ഭാഗങ്ങൾ അല്ലെ, ഭാഗങ്ങൾ വശങ്ങളായിട്ട് വരുന്ന ചതുരങ്ങളുടെ ഏരിയ എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലെ. ഇത് വെച്ചാണ് നാം ഇത് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് നീളം 5 വീതി 4 ഒരു ചതുരം വരയ്ക്കാം. അപ്പൊ നമുക്ക് ആദ്യം 5 സെന്റിമീറ്റർ അല്ലെ, അപ്പൊ ലെങ്ത് 5 സെന്റിമീറ്ററിൽ 5 സെന്റിമീറ്റർ ഞാൻ ലെങ്ത് വരച്ചു. ഇനി എന്ത് വേണം, നമുക്ക് ബ്രെഡ്ത്ത് വരയ്ക്കണം അല്ലെ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഈ 4 സെന്റിമീറ്റർ വരയ്ക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഈ വരയ്ക്കുന്നത് വര അല്പം ചെരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, കറക്റ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. ചതുരത്തിന്റെ നീളം 5 സെന്റിമീറ്റർ അല്ലെ, അപ്പൊ നീളം 5 സെന്റിമീറ്റർ, ഇതിന്റെ വീതി 4 സെന്റിമീറ്റർ അല്ലെ, വീതി 4 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ ചതുരത്തിന് വശങ്ങൾ ഇതിലെ കോഡുകളായിട്ടും സങ്കല്പിച്ചു നോക്കിയേ. ഇത് 5 സെന്റിമീറ്റർ അല്ലേ, അപ്പൊ നമുക്ക് ഈ AP എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ഓക്കെ, AP എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ നീളം അല്ലെ, ഈ നീളമാണ് ഇത് ആണല്ലോ. അപ്പൊ ഇവിടെ എത്ര വരും, ഇത് 5, ഇവിടെ 4 സെന്റിമീറ്റർ അല്ലെ, ഈ 4 ഇവിടെ. അപ്പൊ നമുക്ക് ഈ ചതുരത്തെ എന്താക്കി മാറ്റി, ഇവിടെ കോഡാക്കി നമ്മൾ മാറ്റി അല്ലെ. ഇനി നമുക്ക് അടുത്തൊരു കോഡ് അറിയണം അല്ലെ, അടുത്ത കോഡിന്റെ നീളം അറിയണം. അതിന് നമ്മളോട് ചോദ്യത്തിലുണ്ട് അടുത്ത വശം എന്തായിരിക്കണം, 6 സെന്റിമീറ്റർ ആയിരിക്കണം എന്നിട്ടുണ്ട് അല്ലെ, 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എത്രയാണ്, 6 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഈ കോഡിന്റെ ഇത് മുതൽ ഇതുവരെയുള്ള നീളം കിട്ടി 6 സെന്റിമീറ്റർ. അതായത് ഈ നീളം 5 സെന്റിമീറ്റർ അല്ലെ, അപ്പൊ 5 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ വരച്ചത്. ഇനി നമുക്ക് നോക്കിയാൽ ഒരു 4 സെന്റിമീറ്റർ കൂടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി, ഈ കോഡായി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു 4 സെന്റിമീറ്റർ എടുക്കണം അല്ലെ. അതായത് ഈ നീളം ശ്രദ്ധിക്കുക, ഈ നീളം നാം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വരയ്ക്കുന്നു. ക്ലിയർ ആയില്ലേ. അപ്പൊ നമുക്ക് ഈ കോഡ് കിട്ടി.
അപ്പൊ ഇവിടെയുള്ള നീളത്തെ സ്റ്റെപ്പുകൾ ഓർമ്മിക്കാം. ആദ്യം നമ്മൾ 5, 4 ഈ അളവിൽ ഒരു ചതുരം വരച്ചു. ഇനി ഈ നീളം അല്ലെ, ഈ നീളത്തെ നാം ഇങ്ങോട്ട് വരയ്ക്കുന്നു. അതിനെന്താണ് കാരണം? നമുക്ക് ഈ കോഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ട് നീട്ടണം അല്ലെ. എത്ര സെന്റിമീറ്റർ നീട്ടണം? ഇത് 4 അല്ലേ ഇതിന്റെ നീളം? 4 അല്ലെ. അപ്പൊ 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടാം. ഇനി എന്ത് വേണം? നമുക്ക് ഈ കോഡാണ് വരയ്ക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ പോയിന്റിൽ നിന്നാണ് കോഡ് അല്ലെ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിന് ഈ നീളം നമുക്കറിയാം 6 സെന്റിമീറ്റർ എന്നറിയാലോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈൻ ഇങ്ങോട്ട് അടിയിലേക്ക് നീട്ടാം. എത്ര സെന്റിമീറ്റർ വരെ? 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടാം. ഓക്കെ, 6 സെന്റിമീറ്റർ നീട്ടി. മനസ്സിലായില്ലേ? ഇവിടെ 6 സെന്റിമീറ്റർ നമുക്ക് പുതിയ ചതുരത്തിന്റെ ഒരു വശം വേണ്ടത്. അതുകൊണ്ട് നമ്മൾ 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി. അപ്പൊ നമുക്ക് ഇതും കിട്ടി അല്ലെ. അപ്പൊ ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, ഈ 3ഉം കിട്ടി. ഇനി നമുക്ക് ഈ പോയിന്റ് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല അല്ലെ. ഈ പോയിന്റ് നമുക്കറിയില്ല, ഇതിന്റെ നീളം നമുക്കറിയില്ല. അപ്പൊ അതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് വേണം? ഇവിടെ നോക്കിയേ, ഈ 3 പോയിന്റിലൂടെ എന്ത് പോകുന്നുണ്ട്? ഈ സർക്കിൾ കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ 3 പോയിന്റിലേക്ക് കടന്നു പോകുന്ന ഒരു എന്ത് വരച്ചാൽ മതി? സർക്കം ഇങ്ങോട്ട് വരയ്ക്കാം. മനസ്സിലായില്ലേ? ഈ 3 പോയിന്റ്, ഈ പോയിന്റ് നമുക്ക് അറിയില്ല എവിടെയാണ് വരാന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. അപ്പൊ അതിന് എന്ത് വേണ്ടി വരും? നമുക്ക് ആദ്യം ഇവ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണിത്? ഇവിടെ നമുക്ക് ഈ 3 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഈ സെന്റർ എവിടെയാണെന്ന് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ഏതെങ്കിലും 2 വശങ്ങൾ ബൈസെക്ട് ചെയ്യണം അല്ലെ. എന്നിട്ട് നമുക്ക് ആ കൂട്ടി മുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയ ആദ്യം ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യാൻ പോണ്. ഓക്കെ, ഇനി ഇവിടെ കുത്തിയിട്ട് അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന് വരയ്ക്കണം അല്ലേ. അപ്പൊ എടുത്തു, പകുതി കൂടുതലെടുത്തു, ആർക്ക് വരച്ചു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് കിട്ടി അല്ലേ. അപ്പൊ ഇത് അല്ലെ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉള്ള എന്തായിരിക്കും? ദൂരം തുല്യമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അത് അളവെടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ അല്ലെ, ആ ഏതെങ്കിലും ഒരു മൂലയിൽ കൂടെ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് 3ഉം തുല്യമാണെന്നുള്ളത്. തുല്യമായിരിക്കും, എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, കോമ്പസ് നമ്മളിവിടെ കുത്തുന്ന സ്ഥലം ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ 3 സ്ഥലം ഏറെക്കുറെ തുല്യമാവുന്ന രൂപത്തിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഒരു കോഡ് ഇതാണ് അല്ലെ, ഇതാണ് നമ്മൾ ഈ കോഡ്. ഇനി രണ്ടാമത്തെ കോഡ് ഏതാണ്? ഇതാണ് രണ്ടാമത്തെ കോഡ് അല്ലെ. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളമാണ് നമ്മൾക്ക് വേണ്ട. എന്തിന്റെ നീളം? ചതുരത്തിന്റെ അടുത്ത നീളം. ഒരു നീളം 6 സെന്റിമീറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട്. അടുത്ത നീളം എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണോ അതാണ് നമ്മുടെ ചതുരത്തിന്റെ അടുത്ത വശമായിട്ട് വരിക. ക്ലിയർ ആണില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വശം ഓൾറെഡി ഉണ്ട് അല്ലെ, 6 സെന്റിമീറ്റർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് വരയ്ക്കാം. നമുക്ക് എന്ത് വേണം? ഈ നീളം അല്ലെ, ഈ നീളത്തെ നാം എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ നീളം എത്രയാണോ ആ നീളം നമ്മളിവിടെ കോമ്പസ് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ നീളം അല്ലേ, കറക്റ്റായിട്ട് ഈ നീളം കണ്ട, ഈ നീളം എടുത്തല്ലോ സർക്കിളിന്റെ, ആ ലെങ്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതേ നീളം തന്നെ ഇങ്ങോട്ട് വേണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, അതേ അളവിൽ തന്നെ ഇവിടെയും നമുക്കൊരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു ആർക്ക് വരച്ചു അല്ലേ. ഇനി നോക്കിയാൽ ഈ നീളമാണ് അല്ലേ, ഈ നീളം നമുക്ക് ഇവിടെ വരണം അല്ലേ. അപ്പൊ ഈ നീളം എന്ത് ചെയ്യാം, കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ കൃത്യമായിട്ട് അല്ലേ, ഈ ഡിസ്റ്റൻസ് കൃത്യമായിട്ട് എടുക്കും കോമ്പസിൽ, ശരിയല്ലേ? അതേ അളവ് തന്നെ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ആ അളവ് നമ്മൾ ഇവിടെ ഈ പോയിന്റിൽ കുത്തിയിട്ട് ഈ ആർക്കിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടിയല്ലോ. ഇനി ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് ഈ പുതിയ ചതുരം കിട്ടി. അപ്പൊ നമുക്ക് ഈ ചതുരം കിട്ടി അല്ലേ. അപ്പൊ നോക്കിയാൽ ഇതിന്റെ നീളം ഇവിടെ എത്രയാണ് നീളം? ഇവിടെ നമ്മൾ 6 സെന്റിമീറ്റർ അല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ള നീളം അല്ലേ, ഈ നീളം നമ്മൾ ഇങ്ങോട്ട് എടുത്തു. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്കൊരു ചതുരം കിട്ടി. അതായത് ഈ കോഡിന്റെ ഈ നീളത്തെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ പുതിയ ഈ ചതുരത്തിൽ വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അല്ലേ, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഇതാണ് നമ്മുടെ പുതിയ ചതുരം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വരയ്ക്കാം ഇത് അല്ലേ. അപ്പൊ ഇവിടെ വരയ്ക്കുമ്പോൾ എന്ത് വേണം, നമുക്ക് ഒരു സൈഡ് 6 ആയിരിക്കണ്ടേ. അപ്പൊ ഇവിടെ 5 ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ 1 സെന്റിമീറ്റർ കൂടി ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 6 കിട്ടിയാലോ.
കിട്ടി. അടുത്ത വശത്തിന്റെ നീളം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതേ നീളം തന്നെ ഇവിടെ എടുക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. മനസ്സിലായില്ലേ? എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കുക, അതിലൊന്നും ഒരു കുഴപ്പമില്ല. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിലെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം അല്ലേ. ഇവിടെ നോക്കിയാൽ ഇതേ ചതുരം തന്നെ, ഈ ചതുരത്തെ നാം എന്ത് ചെയ്യണം, ഇതേ ഏരിയ തന്നെയുള്ള ഒരു സ്ക്വയർ ആക്കി മാറ്റണം. ഈ രീതിയിലാണ് നമ്മളിത് ചെയ്യുക. അതായത് ഒരെണ്ണം എന്തായിരിക്കും, ഒരെണ്ണം അതിന്റെ ഡയമീറ്റർ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ 5 സെന്റിമീറ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ നീളത്തെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുക്കാം അല്ലെ. അപ്പൊ ഇത് ഈ 4 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ AB എന്ന് പറഞ്ഞ കോഡ്, അതായത് കോഡ് അല്ല, ഇവിടെ ഡയമീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇത് ഡയമീറ്റർ ആവുമ്പോൾ ഇത് സെന്റർ അല്ലേ, ഇതിന്റെ സെന്ററിൽ നിന്നാണ് ഈ സർക്കിൾ വരുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ സെന്റർ, അതായത് നമ്മൾ ഈ വരച്ചതിന്റെ സെന്റർ പോയിന്റ്, ആ സെന്റർ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള നീളം, അതായത് അല്ലെങ്കിൽ ഇവിടേക്കുള്ള നീളം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കാം അല്ലേ, സർക്കിൾ വരയ്ക്കാം. മനസ്സിലായല്ലോ? അപ്പൊ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കാം. ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ഫുൾ സർക്കിൾ മുഴുവൻ വരയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് വരച്ചാൽ മതി, ഒരു സെമി സർക്കിൾ. കാരണം എന്താ, ഏതെങ്കിലും ഒരു നീളം നമുക്ക് കിട്ടിയാൽ മതി അല്ലേ. ഒന്നുകിൽ ഈ നീളം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ നീളം കിട്ടിയാൽ മതി. അതുകൊണ്ട് ഒന്നുകിൽ ഇങ്ങോട്ട് സെമി സർക്കിൾ വരയ്ക്കാം, അതല്ലെങ്കിൽ ഇങ്ങോട്ട് സെമി സർക്കിൾ വരയ്ക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് അടിയിലേക്ക് വേണ്ടവർക്ക് അടിയിലേക്ക് വരയ്ക്കാം, മുകളിലേക്ക് വേണ്ടവർക്ക് മുകളിലേക്ക് വരയ്ക്കാം. അപ്പൊ അതിനു മുമ്പ് ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. 5ഉം പിന്നെ 4 അല്ലെ, 9 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ 4.5 മാർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, 4.5 കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുക്കുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, അത് റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഒന്നുകിൽ മുകളിലേക്ക് വരയ്ക്കാം, അതല്ലെങ്കിൽ താഴേക്ക് വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ താഴേക്കാണ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, ഫുൾ സർക്കിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഫുൾ സർക്കിൾ വരയ്ക്കേണ്ട കാര്യമില്ല, ഒരു സെമി സർക്കിൾ വരച്ചാൽ മതി അല്ലേ. ഇനി ഫുൾ സർക്കിൾ വരയ്ക്കാന്നുള്ളവർ വരച്ച ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ മിഡ് പോയിന്റ് ഇവിടെ കുത്തിയിട്ടല്ലേ, ഇതിന്റെ മിഡ് പോയിന്റിൽ കുത്തിയിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഈ പോയിന്റ് അല്ലേ, ഇവിടെ ഇത് നമുക്ക് ഇങ്ങോട്ട് നീട്ടാം, അടിയിലേക്ക് നീട്ടാം. ഈ പോയിന്റ്, അതായത് ഈ ലൈൻ നമുക്ക് അടിയിലോട്ട് ഇങ്ങോട്ട് നീട്ടി കൊടുക്കാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതാണ് നമ്മുടെ അടുത്ത കോഡിന്റെ ഒരു സൈഡ്. കണ്ട, ഈ സൈഡ് നമുക്ക് കിട്ടി. അപ്പൊ ഇത് നമ്മൾ വരച്ചു, ഓൾറെഡി വരച്ചു, ഇത് നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് അല്ലേ. അപ്പൊ ഈ നീളമായിരിക്കും എവിടെ എല്ലായിടത്തും വേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നീളം തന്നെ ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പൊ ഇവിടെ നീളം കുറവല്ലേ, കുറവായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നിങ്ങൾക്ക് നീട്ടി കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തുകൊണ്ട് നോക്കിയാൽ ഈ നീളമാണ് നമുക്ക് വേണ്ടത് അല്ലേ. സ്ക്വയറിന്റെ നീളം ഇതാണ്. അപ്പൊ ഈ നീളം ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് കണ്ട, ഈ നീളം തന്നെ നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ നീളം കിട്ടിയല്ലോ. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, അതേ അളവിൽ ഇവിടെ ആർക്ക് വരയ്ക്കാം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഇതൊക്കെ എന്തായിരിക്കും, ഇതേ അളവ് തന്നെ ആയിരിക്കും അല്ലെ. ഇനി അവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പൊ ഇതാണ് ഇതേ ഏരിയ ഉള്ള, അതായത് ഇതേ പരപ്പളവുള്ള ഒരു സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് മനസ്സിലായല്ലോ. ഇനി നോക്കിയാൽ ഈ സെമി സർക്കിൾ ഇങ്ങോട്ട് വരയ്ക്കുന്നവർ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരച്ചവർ എന്ത് ചെയ്യണം, ഈ നീളം ഇങ്ങോട്ട് നീട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നീട്ടിയിട്ട് എവിടെയാണ് സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ആർക്ക് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായല്ലോ? വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മളോട് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റെപ്പുകൾ ആലോചിച്ച് നോക്കിയേ. ആദ്യം നമ്മൾ ഒരു ചതുരം വരച്ചു, ചതുരം വരച്ചിട്ട് ഈ നീളം നമ്മൾ ഇങ്ങോട്ട് എടുത്തു അല്ലേ, ഈ നീളം ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ശ്രദ്ധിക്കുക, മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ അവിടെ നിന്ന് ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഒന്നുകിൽ മുകളിലേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ അടിയിലോട്ട് വരയ്ക്കാം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ സൈഡിനെ അവിടേക്ക് കൂട്ടിമുട്ടിക്കാം, ഈ സർക്കിളിലോട്ട് കൂട്ടിമുട്ടിക്കാം. ആ ഡിസ്റ്റൻസ് ആയിരിക്കും, അതായിരിക്കും നമ്മുടെ സ്ക്വയറിന്റെ ഒരു വശമായിട്ട് വരിക. ആ ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്ക്വയർ വരയ്ക്കാം. മനസ്സിലായല്ലോ? ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലോ, ആദ്യത്തെ സ്റ്റെപ്പ് ഇത് തന്നെ അല്ലേ. ഈ നീളം നമ്മൾ ഇങ്ങോട്ട് എടുത്തു. പിന്നത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഈ നീളം അല്ലെ, ഈ നീളം നമുക്ക് എത്ര സെന്റിമീറ്റർ ആണോ ഒരു വശത്തിന്റെ നീളം വേണ്ടത്, അതേ അളവ് നമുക്ക് അടിയിലേക്ക് എടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ സ്റ്റെപ്പ് ആലോചിക്ക് ഇങ്ങോട്ട് അടിയിലേക്ക് എടുക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ 3 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, ഒരു ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ എന്ത് ചെയ്തു, അതിന് സർക്കിൾ വരച്ചു അല്ലെ. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ലൈൻ അല്ലെ, ഇത് നമുക്ക് ഇങ്ങോട്ട് അതിന്റെ സർക്കിളിലേക്ക് നീട്ടി കൊടുക്കുക. അതായിരിക്കും നമ്മുടെ അടുത്ത വശമായിട്ട് വരിക. ആ വശം ഇങ്ങോട്ട് എടുക്കുക അല്ലെ, ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ചതുരം വരയ്ക്കാം. അപ്പൊ സ്റ്റെപ്പുകൾ നല്ലവണ്ണം ഓർമ്മിച്ച് വെക്കുക, വരച്ച് തന്നെ പഠിക്കുക. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.